സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഇന്ന് ഞാൻ എവിടെയുള്ളതെന്നറിയോ? ഇന്ന് നമ്മുടെ ആലുവയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഈ പറഞ്ഞത്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന വീടാണ്. ഈ കാണുന്ന വീട്. അപ്പോൾ ഇതിന് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ എടത്തല എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് എടത്തല ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് കൂടിയാണ്. ഏകദേശം ഒരു 6 വില്ലകൾ നിലവിൽ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഇന്റേണൽ റോഡ് തന്നെ സൗകര്യം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഒരു 6 മീറ്ററോളം വരുന്ന, അതും ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ള ഒരു കിഡിലൻ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ കാണുന്ന ബോക്സി ഡിസൈനിലുള്ള വീടാണ് കേട്ടോ. അപ്പൊ നല്ല എലിവേഷനാണ്, നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെ ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 6 സെന്റ് 200 ഫീൽസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ 2900 സ്ക്വയർ ഫീറ്റോളം വരുന്നത് 4 ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് അവൈലബിൾ ആണ്. അവിടം വരെ ഉള്ളൂ വഴി സൗകര്യം. അതുപോലെ തന്നെ കോമ്പൗണ്ട് വളമാണെങ്കിലും നല്ല സ്പോട്ട് ലൈറ്റുകളും നല്ല രീതിയിൽ തന്നെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നട്ട് നല്ല അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് വരുന്നത് തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള എലിവേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വാ വാ. അപ്പോൾ ഒരു വലിയൊരു കാർ പോർച്ച് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് തന്നെയാണ്. ലാൻഡ്സ്കേപ്പിൽ തന്നെ കോബിൾ സ്റ്റോൺ ഒക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒറിജിനൽ ഗ്രാസ് വിരിച്ച് അത് മനോഹരമായി തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ഒക്കെ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. 6 സെന്റ് 200 ലിൻസിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തും സൗകര്യമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം കൊടുത്ത് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 or 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് സൗകര്യത്തിന് ഒരു കുറവുമില്ല. അത്യാവശ്യം സൗകര്യം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ വാ ദേ 3 ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സിറ്റ് ഔട്ട് ഇരിക്കുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. ഗ്രേ കളറിലുള്ള ടൈലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം തന്നെ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ തേക്കിന്റെ വുഡാണ് ചെയ്തിരിക്കുന്നത്. തേക്കിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. അതുപോലെ നേരെ കയറി വരുമ്പോൾ തന്നെ 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിൽ വലിയൊരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെ അതിന്റെ ഗ്ലോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയൊരു ഹാൻഡിൽ തന്നെ കൊടുത്ത് നല്ലൊരു ബോക്സ് ടൈപ്പിലുള്ള ഒരു ഡോറ് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിലല്ല വലിയൊരു ലിവിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ 3 പാളികളുള്ള വിൻഡോടെ വലിയൊരു വിൻഡോ ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നോക്കിയാലും 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായി തന്നെ ലിവിങ് സ്പേസ് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഡൈനിങ് സ്പേസ് കേട്ടോ. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് അതിമനോഹരമായി തന്നെ ഇത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 3 ഫേസ് കണക്ഷനാണ്. ഈ ഒരു സ്വിച്ചസിലേക്ക് വരികയാണെങ്കിൽ GM-ന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. താഴെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് കണ്ട ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു വിട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാളിലാണെങ്കിലും നമുക്ക് ചെറിയ ടൈലുകൾ, അതും നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് അവിടെ
കൊടുത്തിട്ടുള്ളത്. അതുപോലെ കെറോവൈറ്റിന്റെ ആണ് ഈ ഒരു വാഷ് ബേസിൻ, ഈ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ്, അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് ബെഡ്റൂം കേട്ടോ. ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. വലിയൊരു ബെഡ്റൂം തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ നമുക്കിവിടെ വാൾറോബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതും മൾട്ടിവുഡിൽ തന്നെയാണ് അതും ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് വർക്ക് ആണെങ്കിലും ഒരുപാട് വർക്കുകൾ കൊടുക്കാതെ തന്നെ നല്ലൊരു ഭംഗിയിൽ തന്നെ സീലിംഗ് വർക്ക് ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയായിട്ട് കണ്ടോ, ഈ ഒരു വിൻഡോ വരുന്നത് തന്നെ ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ്. 3 പാളികളുള്ള വിൻഡോ, ബേ വിൻഡോ ആയിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു മിറർ വരുന്നുണ്ട്. ബാത്റൂം സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിന്റെ വരുന്നുണ്ട്, കെറോവൈറ്റിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷവർ സെറ്റ്, ഇത് മൊത്തത്തിലൊരു ഷവർ സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് അപ്പൊ ഇവിടെ ഒത്തിരി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂം അവിടെ വരുന്നുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു വെറൈറ്റി രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എല്ലാം ചെയ്തിരിക്കുന്നത് മരത്തിലാണ്. മരത്തിന്റെ തടി എല്ലാം വരുന്നത് തേക്കിൽ തന്നെയാണ്. കണ്ടാ, ഈ ഒരു ബാക്ക് വശത്താണ് നമുക്ക് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ആ ഭാഗത്ത് നമുക്ക് കിണറിന്റെ സ്ഥാനം വരുന്നത് കണ്ടാ. മേളിൽ ഈ ടഫ്ലൻഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പറകോളുകൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ടഫ്ലൻഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിണർ ആ ഒരു ഭാഗത്താണ്. കിണർ ഒന്ന് കാണിച്ചിട്ട് വരാം. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ബെഡ്റൂം എല്ലാം തന്നെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വാൾറോബ് ആയിക്കോട്ടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെയുള്ള ഈ ബീഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടാ. സ്ലൈഡ് ചെയ്ത് ഓർക്കാവുന്ന രീതിയിൽ ഈ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ബെഡ്റൂമിന്റെ വാൾറോബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ബാത്റൂമിന്റെ സ്ഥാനം. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളതുണ്ടല്ലോ, ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. കിച്ചണിലേക്ക് പറയുകയാണെങ്കിലില്ല, ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിക്കോട്ടെ നല്ല ഹൈറ്റിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ഈ വീടിന് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കിച്ചൺ സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ ഒരു ഗ്രാനൈറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ അതിമനോഹരമായി തന്നെ ഈ വീടിന്റെ കിച്ചനെ വളരെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിങ്കിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, മൾട്ടി ഫങ്ഷൻ സിങ്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കണ്ട, ഈ ഒരു സിസ്റ്റം തന്നെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയാണ് ഈ ഒരു ഫങ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെക്കണമെന്നില്ല. ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താഴെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ടൈലുകൾ തന്നെ അവിടെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതാണ് വർക്ക് ഏരിയ. ഈ കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു സിങ്കിന്റെ സ്ഥാനം വരുന്നുണ്ട്. 2 ഭാഗത്തും ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാം, കിണറിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാം. അതുപോലെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ്, ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നടക്കേണ്ടത്. അപ്പൊ ഇത്ര ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറുമ്പോൾ ഹാൻഡ് റെയിൽ ഇതും തേക്കിലാണ്. അതുപോലെ ഇതും തടിയിൽ തന്നെ, ഇതും തേക്കിലാണ്, ഫുൾ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും തേക്കിൽ തന്നെ ടഫ്ലൻഡ് ഗ്ലാസ്, അത് 12 mm തിക്നെസ്സിൽ വരുന്ന ടഫ്ലൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഇവിടെയായിട്ട് മൊത്തത്തിൽ ഒരു വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്. അത് ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. അതുപോലെ ഹാങ്ങിങ് ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 2900 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അപ്പൊ അതിന്റെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ, നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഇതിന്റെ വീടിന്റെ ഇന്റീരിയർ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് മേളിൽ 2 ബെഡ്റൂം ഉണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, താഴത്തെ അതേ സെറ്റപ്പിലുള്ള ബെഡ്റൂം തന്നെയാണ്. വേറെ ഒന്നും പറയാൻ, കൂടുതലോ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബെഡ്റൂം എല്ലാം തന്നെ ഒരേ അളവിലുള്ള ബെഡ്റൂം തന്നെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അത് ബാത്റൂം സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോഹിലറിന്റെയും അതുപോലെ കെറോവൈറ്റിന്റെയും പിന്നെ അതുപോലെ ജാഗ്വറിന്റെയും ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഗ്രേ കളറിലുള്ള ടൈലുകൾ തന്നെ താഴെയും അതുപോലെ ഭിത്തിയിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ അധികം സ്പേസ് കൊടുത്ത് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയായിട്ടാണ് ഇനി നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുള്ളത്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ്റൂമിന്റെ അത്രം, നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിന്റെ അത്രം സ്പേസ് തന്നെ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, ഇത് ഒരു കവേർഡ് ആയിട്ട് തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. മേളിലേക്ക് അലക്കി വിരിച്ചിടാനുള്ള സെറ്റപ്പ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വാഷ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെഡ്റൂമിന്റെ അത്രം തന്നെ വലിപ്പം നമുക്ക് ഈ യൂട്ടിലിറ്റിയിലും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. വളരെയധികം സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് ഇന്റീരിയർ ആയിക്കോട്ടെ വളരെയധികം ഭംഗിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഇത് നാലാമത്തെ ബെഡ്റൂം ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 4 ബെഡ്റൂമും ഒരേ സൈസ് അളവിലാണ് കൊണ്ടുവന്നത്. നമ്മളെല്ലാം കവർ ചെയ്തെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലെ, നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെയായിട്ടാണ് ബാൽക്കണിയുടെ സ്ഥാനം. ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ബാൽക്കണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് ബാൽക്കണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നല്ലൊരു മോഡേൺ ഹൗസാണ്. അതുപോലെ തന്നെ നമ്മുടെ ആലുവ ഭാഗത്തേക്ക് ഈസി ആക്സസിബിൾ ആണ്. ഒരുപാട് പേര് വിചാരിക്കും ആലുവ വെള്ളം കയറുന്ന ഏരിയ അല്ലേ ഇത്. അങ്ങനെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ആലുവ നമ്മൾ വീടിടുമ്പോൾ വെള്ളം കയറിയ ഏരിയയിൽ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് പുറമേ നിന്നാണ്, NRIs ആണ് ഏറ്റവും കൂടുതൽ വിളിക്കാറ്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അത് 2018 പ്രളയം ഏറ്റിട്ടില്ലാത്തൊരു ഏരിയ. പിന്നെ ഇത് ഹൈറ്റുള്ള സ്ഥലമാണ്. എടത്തല പഞ്ചായത്തിൽ എടത്തല എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തൊട്ടടുത്ത് സ്കൂള് കോളേജ് ഒക്കെ എല്ലാം ഉണ്ട്, അവൈലബിൾ ആണ്. 6 സെന്റ് 200 ലിൻസിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി. അതുപോലെ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. മനോഹരമായിട്ടുള്ള എലിവേഷൻ, എല്ലാ സൗകര്യങ്ങളുണ്ട്. യാത്രാ സൗകര്യം, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ്. അതുപോലെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ആ ഒരു സറൗണ്ടിങ്സ് ഏരിയയിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് എല്ലാം കൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില എത്രയെന്നറിയാം? 1,48,00,000 രൂപ. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ്. ഇനിയും നല്ല നല്ല ഡീലുകളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും കാണാം.